നമസ്കാരം. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ US വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി പാസാക്കി. ഇതാദ്യമാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത്. 15 അംഗ രക്ഷാസമിതിയിൽ 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. രക്ഷാസമിതിയിൽ നേരത്തെ വന്ന 3 പ്രമേയങ്ങളും US വീറ്റോ ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച US പിന്തുണച്ച വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് ഇന്നലെ പുതിയ പ്രമേയം കൊണ്ടുവന്നത്. വ്രതമാസമായ റമസാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം US മുന്നോട്ട് വച്ചെങ്കിലും പ്രമേയത്തിൽ അത് വെടിനിർത്തലിനുള്ള വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയില്ല. വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US സന്ദർശനം റദ്ദാക്കി. അതിനിടെ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 52 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 32,333 74,694 പേർക്ക് പരുക്കേറ്റു. അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ റിലീഫ് ഏജൻസിയുമായി സഹകരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. വറുതിയിലായ വടക്കൻ ഗാസയിലെ UNRWAയുടെ ഭക്ഷണ വണ്ടികൾ പ്രവേശിപ്പിക്കില്ലെന്ന് അവർ UN-നെ അറിയിച്ചു. അൽ ഷിഫ ആശുപത്രിയിലെ സൈനിക അതിക്രമത്തിന് പിന്നാലെ തെക്കൻ ഗാസയിലെ അൽ അമാൽ, നാസർ ആശുപത്രികളും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരുന്നു. അൽ ഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ ബുൾഡോസറുകൾ ആംബുലൻസുകൾക്ക് മീതെ ഓടിച്ചു കയറ്റിയതായി ആശുപത്രിയിൽ നിന്ന് പലായനം ചെയ്തവർ പറഞ്ഞു. 4 മൃതദേഹങ്ങൾക്കു മീതെയും ബുൾഡോസറുകൾ കയറിയിറങ്ങി. അൽ അമാൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. കിഴക്കൻ ലബനനിൽ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ ബാൽബെക്കിൽ വ്യോമാക്രമണം നടത്തിയതായും ഇസ്രായേൽ അറിയിച്ചു. മറുപടിയായി ഇസ്രായേലിന്റെ മിസൈൽ കേന്ദ്രത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുല്ലയും അറിയിച്ചു. ഗാസയിൽ എത്രയും വേഗം കൂടുതൽ സഹായം എത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ കുഞ്ഞുങ്ങളടക്കം വിശന്നു മരിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ നിറച്ച ട്രക്കുകൾ ഈജിപ്റ്റ് അതിർത്തിയിൽ അനുമതി കിട്ടാതെ കാത്തുകിടക്കുന്നത് നടുക്കമുണ്ടാക്കുന്നുവെന്ന് UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഈജിപ്തിലെ UN താവളത്തിൽ ഗാസയിലേക്കുള്ള 7000 ട്രക്കുകളാണ് തടഞ്ഞിട്ടിരിക്കുന്നത്. ഈജിപ്റ്റ് റഫ ഇടനാഴി സന്ദർശിച്ച ഗുട്ടറസ് ഇസ്രായേൽ വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ 5 വയസ്സിൽ താഴെയുള്ള 60% കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഡാനം പറഞ്ഞു. ഹമാസിനെ തോൽപ്പിക്കാനായി റഫയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ നേതൃത്വത്തോട് പറഞ്ഞിരുന്നത്. US പിന്തുണയില്ലെങ്കിലും റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുവെങ്കിലും US-ന്റെ പ്രമേയം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിച്ചതാണെന്നാണ് റഷ്യയും ചൈനയും ആരോപിച്ചത്. 6 ആഴ്ച വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും സഹായ വിതരണത്തിനും ശുപാർശ ചെയ്യുന്ന പ്രമേയത്തെ 15 അംഗ രക്ഷാസമിതിയിൽ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ 3 രാജ്യങ്ങൾ എതിർക്കുകയും 1 രാജ്യം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു.